Hi friends, welcome to my YouTube channel H Media. Max Beginner to Advanced ട്യൂട്ടോറിയൽസിൻ്റെ 93rd ലെസനാണിത്. ഈ ലെസണിലൂടെ ക്യാം സെലക്ട് എന്നൊരു സ്ക്രിപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റുകളിൽ ഒരുപാട് വ്യൂസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുന്ന വ്യൂസിനെ ഫാസ്റ്റായി സ്വിച്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്ക്രിപ്റ്റാണിത്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ക്യാമറ വ്യൂസ് മൗസ് വീൽ യൂസ് ചെയ്തുകൊണ്ട് സ്ക്രോൾ ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു ഫ്രീ സ്ക്രിപ്റ്റാണ്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു മെയിൻ ടൂൾ ബാറിൽ ക്യാം സെലക്ട് എന്ന ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ബട്ടൺ ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ഇതിലൂടെ ക്ലിക്ക് ചെയ്തുകൊണ്ടോ ഹോട്ട് കീ എഡിറ്ററിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഷോർട്ട് കീ യൂസ് ചെയ്തുകൊണ്ടോ ആക്സസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഹോട്ട് കീ എഡിറ്ററിൽ ആഡ് ചെയ്തിട്ടുള്ള ഷോർട്ട് കീ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. ഞാൻ ഈ ഒരു കീ പ്രസ് ചെയ്തപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാമറാസിൻ്റെ ഒരു ലിസ്റ്റ് നമുക്കിവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇനി നമുക്ക് മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് സ്ക്രോൾ ചെയ്തുകൊണ്ട് ഈ ഒരു ക്യാമറ വ്യൂസിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വ്യൂസ് വളരെ ഈസിയായി സ്വിച്ച് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിതിൽ ഏത് ക്യാമറയാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു ക്യാമറ സെലക്ട് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ക്യാമറ വ്യൂ നമുക്കിവിടെ സെലക്ട് ആയി ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു വ്യൂ സെലക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മളുടെ ക്യാമറയും സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനെ സെലക്ട് ചെയ്യണമെങ്കിൽ ഏത് വ്യൂ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു വ്യൂ സ്ക്രോൾ ചെയ്തുകൊണ്ട് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിനെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വ്യൂവും ആ ക്യാമറയും നമുക്കിവിടെ സെലക്ട് ആയി ലഭിക്കുന്നതാണ്. ഇതിലൂടെ നമുക്ക് ഫാസ്റ്റായി വ്യൂസിനെ സെലക്ട് ചെയ്യുവാനും നമ്മൾ സെലക്ട് ചെയ്ത ക്യാമറയുടെ പാരാമീറ്ററിൽ ചേഞ്ചസ് വരുത്തുവാനും സാധിക്കുന്നതാണ്. ഇനി ഒരു ക്യാമറ സെലക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഒരു ക്യാമറയുടെ ടാർഗറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു വ്യൂവിനെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്ത വ്യൂവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിതുപോലെ ഈ ക്യാമറയുടെ ടാർഗറ്റ് ആക്സസ് ചെയ്യുവാനും ഇതിനെ മോഡിഫൈ ചെയ്യാനും ഇതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ഇങ്ങനെ വളരെ ഫാസ്റ്റായി ഓരോ ക്യാമറ വ്യൂ സെലക്ട് ചെയ്യുവാനും അതിനെ മോഡിഫൈ ചെയ്യുവാനും നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ വർക്ക് ഫ്ലോ ഫാസ്റ്റ് ആക്കുവാൻ സാധിക്കുന്നതാണ്. ഇതൊരു ഫ്രീ സ്ക്രിപ്റ്റാണ്. ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊജക്റ്റുകളിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് ചെക്ക് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുള്ള ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത സ്ക്രിപ്റ്റാണിത്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഈ ഒരു സ്ക്രിപ്റ്റിനെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ വ്യൂ പോർട്ടിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റിനെ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമ്മൾ വ്യൂ പോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഒരു സ്ക്രിപ്റ്റിനെ ഹോട്ട് കീ എഡിറ്ററിൽ ഒരു കീ ആയി സെറ്റ് ചെയ്യുന്നതിനായി കസ്റ്റമൈസിൽ ഹോട്ട് കീ എഡിറ്റർ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിവിടെ ടൈപ്പ് ടു സെർച്ച് ബൈ ആക്ഷൻസ് എന്ന ഈ ഒരു സെക്ഷനിൽ ക്യാം സെലക്ട് എന്ന് നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു ക്യാം സെലക്ട് എന്ന് സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം റൈറ്റ് സൈഡിൽ ഹോട്ട് കീസ് എന്ന ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഏത് കീ ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു കീ സെലക്ട് ചെയ്തുകൊണ്ട് അസൈൻ എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഏത് കീ വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഷിഫ്റ്റ് എക്സ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇനി ഈ ഒരു കീ ഇതിലേക്ക് അസൈൻ ചെയ്യുന്നതിനായി അസൈൻ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു കീ ഇതിൽ അസൈൻ ആയിരിക്കുന്നതായി കാണാവുന്നതാണ്. ഇനി ഈ ഒരു ഡണ്ണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിത് ഇവിടെ നിന്ന് ഫിനിഷ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റിനെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഹോട്ട് കീ എഡിറ്ററിൽ ഒരു കീ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ പ്രൊജക്റ്റുകളിലേക്ക് നമുക്കിതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.